Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ് കേട്ടോ. പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. PDF ഒന്നും ഉള്ളോ? ഓക്കെ. പ്രോസസ് ഓഫ് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കാം. Process of collective bargaining ആണ്. There are two types of നമ്മൾ ടു കൈൻഡ്സ് ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വോയിസ് എല്ലാവരും ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്ലി ദ ടൈപ്പ് ഓഫ് ബാർഗൈനിങ് സ്ട്രക്ചർ. നമ്മൾ എങ്ങനെയാണ് ബാർഗൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പ്രസന്റ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ കമ്പനി. എങ്ങനെയാണ് യൂണിയനും കമ്പനിയും തമ്മിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. There are main four types of structure. നമ്മൾ ബാർഗൈനിങ് സ്ട്രക്ചറിലെ മെയിൻ ആയിട്ട് 4 ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എ സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് എ സിംഗിൾ യൂണിയൻ. സാധാരണ കേസുകളിൽ ഒരു കമ്പനി, ആ കമ്പനിയിൽ ആകെ ഒരു സിംഗിൾ യൂണിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ യൂണിയനോട് മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും ആ ഒരു യൂണിയന്റെ കീഴിലായിരിക്കും. സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ ആണ് ഫസ്റ്റ് സ്ട്രക്ചർ. രണ്ടാമത്തെയാണ് വേരിയസ് കമ്പനീസ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. നമ്മൾ ഒരു യൂണിയൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ യൂണിയന്റെ ഒക്കെ പേര് പറയുകയാണെങ്കിൽ സിംഗിൾ ആയിട്ടൊരു യൂണിയൻ, ആ ഒരു യൂണിയൻ ആയിരിക്കും അവർക്ക് വേണ്ട സ്റ്റാഫുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നമ്മള് ഈ എല്ലാ കമ്പനീസിലേക്കും സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒക്കെ യൂണിയൻസ് ഉണ്ട് അല്ലെ, ട്രേഡ് എന്താ പറയാ, ലേബർ യൂണിയൻസ് ഒരുപാടുണ്ട്. ചുമട്ട് തൊഴിലാളികള്, ഒരു ബ്ലൂ കളറിലെ യൂണിഫോം ഒക്കെ ഉള്ളവര്, അവര് വെച്ചാല് എല്ലാ കമ്പനീസിനും വേരിയസ് കമ്പനീസ് ആയിട്ട് അവർക്ക് എന്തുണ്ട്, ഡീലിങ്സും കാര്യങ്ങളുണ്ട്. അതാണ് വേരിയസ് കമ്പനി ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. ഒരു യൂണിയനിൽ തന്നെയായിരിക്കും സ്റ്റാഫുകൾ പോകുന്നത്, പക്ഷേ ഒരുപാട് പല പല കമ്പനീസിലേക്കായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഇനി വേരിയസ് യൂണിയൻ ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി. ഒരു കമ്പനിയിൽ തന്നെ ഒരുപാട് യൂണിയൻസ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ യൂണിയൻസ് ഉള്ള കമ്പനീസും ഉണ്ടാവാറുണ്ട്. അപ്പോ അവിടെ രണ്ട് യൂണിയൻസിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. നാലാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വേരിയസ് കമ്പനീസ് ആൻഡ് യൂണിയൻ ഡീലിംഗ് വിത്ത് ഈച്ച് അതർ. അത് ഒരുപാട് കമ്പനീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിയൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ബാർഗൈനിങ് സ്ട്രക്ചർ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാനുണ്ട്. ചില കമ്പനികളിലാണെങ്കിൽ ഒരു കമ്പനിയിലും ഒറ്റ യൂണിയൻ മാത്രമായിട്ടായിരിക്കും ഡീലിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ വേരിയസ് കമ്പനീസ് ആ ഒറ്റ യൂണിയൻ ആയിട്ട് ഡീൽ ചെയ്യും. ഈ വേരിയസ് യൂണിയൻസ് ഒരു കമ്പനിയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്, വേരിയസ് കമ്പനീസും വേരിയസ് യൂണിയൻസും ഉള്ള എൻവയോൺമെന്റ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെന്റ് ആണ്. നമ്മള് ഈ ഒരു പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന് മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ്, പ്രിപ്പയർ ഫോർ നെഗോട്ടിയേഷൻ. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ബോത്ത് സൈഡ്, നമ്മുടെ യൂണിയൻ ലീഡേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നായാലും നെഗോട്ടിയേഷൻ ആയാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും അവർ രണ്ടുപേരും പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന് വരാനായിട്ട്. ഇനി ഐഡന്റിഫൈങ് ബാർഗൈനിങ് ഇഷ്യൂ. നമ്മൾ എന്തെല്ലാം ഇഷ്യൂസ് ആണ് ബാർഗൈനിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്താലാണ് നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ബാർഗൈനിങ് ആണ്. നമ്മൾ ഇഷ്യൂ എന്താണ് ഐഡന്റിഫൈ ചെയ്തു, നെഗോട്ടിയേഷൻ പ്രിപ്പയർ ആയി, ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തു, ദെൻ ബാർഗെയിൻ ചെയ്യാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ് ചെയ്യുന്നത്. റിസർച്ചിങ് ആൻഡ് റെക്ടിഫൈങ് ദ എഗ്രിമെന്റ്. നമ്മൾ റിസർച്ച് ചെയ്യും, അതുപോലെ റെക്ടിഫൈ ചെയ്യും. നമ്മൾ എഗ്രിമെന്റ് എന്തെങ്കിലും നേരത്തെ എഗ്രിമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് ന്യൂ എഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും. ഈ കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ, ലാസ്റ്റ് വരുന്നത് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് PDF ഒന്ന് മുകളിലേക്ക്.
അപ്പൊ നമ്മൾ പ്രോസസ് ഓഫ് ബാർഗെയിനിങ്ങിൽ ആ ചാർട്ട് എല്ലാവരും നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ചാർട്ട് ഒന്ന് നോക്കാം കേട്ടോ. ചാർട്ട് ഓക്കെ, ചാർട്ട് ഓക്കെ കേട്ടോ. ചാർട്ടില് പ്രിപ്പയറിംഗ് ഫോർ നെഗോട്ടിയേഷൻ, ബാർഗെയിനിങ് ഇഷ്യൂ, പിന്നെ നെഗോട്ടിയേഷൻ ആണ്. നെഗോട്ടിയേഷൻ ബ്രേക്ക് ഡൗൺസ്, എസ് ആണെങ്കിൽ ഓവർകം, ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഓവർകം ചെയ്യുന്നു. നോ ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു റിസർച്ച്ഡ് എഗ്രിമെന്റ്സ് വീണ്ടും റെക്ടിഫൈ ചെയ്യുന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഗ്രിമെന്റ്സ്. അപ്പോൾ നമ്മൾ ബാർഗെയിനിങ്ങിന്റെ പ്രോസസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സെക്കൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്കൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഈസ് ദ ടൈപ്പ് ഓഫ് യൂണിയൻ ആൻഡ് മാനേജ്മെന്റ് റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ എൻവയോൺമെന്റൽ ഫാക്ടർ ആണ് ഇത് യൂണിയനും മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ട്രേഡ് യൂണിയനും പ്ലസ് നമ്മുടെ മാനേജ്മെന്റിന്റെയും റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദ റിലേഷൻഷിപ്പ് മേ ബി മാർക്ഡ് ബൈ ദ ഫീലിംഗ് ഓഫ് നോൺ കോപ്പറേഷൻ. മേ ബി ഈ റിലേഷൻഷിപ്പ് നോൺ കോപ്പറേഷൻ ആണെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് ഒരു യൂസും ഇല്ല. കോപ്പറേറ്റീവ് ആയിട്ടാണ് യൂണിയനും മാനേജ്മെന്റും പോകുന്നതെങ്കിൽ, നല്ല ഒത്തൊരുമയോടുകൂടി നല്ല റിലേഷൻഷിപ്പിലാണ് അവര് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് ഹെൽപ്ഫുൾ ആണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഓൺലി പോസിബിൾ അണ്ടർ കോപ്പറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ആണ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി മാത്രമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്താകുന്നത്, പോസിബിൾ ആകുന്നത്. എ നോൺ കോപ്പറേറ്റീവ് അപ്രോച്ച് ഹിൻഡർ ദ പ്രോസസ്. ഒരു നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ അതവിടെ എന്തിന് തടസ്സമാണ്, ബാർഗെയിനിങ് പ്രോസസ്സിന് തടസ്സമാണ്. നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഒരു ഒത്തൊരുമയോട് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ മാത്രമാണ് നമുക്കവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ദ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ എന്തെല്ലാമാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രോസസ് എന്നാണ് നമ്മളിൽ നോക്കുന്നത്. ഫസ്റ്റ് പ്രോസസ് ആണ് പ്രിപ്പയർ ഫോർ നെഗോട്ടിയേഷൻ. നമ്മൾ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ആവുകയാണ്. അതാണ് പ്രിപ്പയർ ഫോർ നെഗോട്ടിയേഷൻ. This is essential for the employer and employee to prepare in advance for the negotiation, since a variety of topic and complex issue are discussed during the process. നമുക്കറിയാം ബാർഗെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് ടോപ്പിക്സും അതേപോലെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. നമ്മൾ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെന്റിന് മുമ്പിലായാലും നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. Presenting a methodological and accurate case to the both sides can be termed as an effective bargaining. നല്ലൊരു എഫക്റ്റീവ് ബാർഗെയിനിങ് ആണെങ്കിൽ നല്ല രീതിയിൽ അത് നമ്മൾ പ്രസന്റ് ചെയ്യണം. മെത്തഡോളജിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോട്ടിയേഷന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഫ്രം ദ മാനേജ്മെന്റ് സൈഡ് ദ നെഗോട്ടിയേഷൻ ആർ റിക്വയർഡ് ടു. ഇനി മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമ്മൾ നെഗോട്ടിയേഷൻ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് നോക്കുന്നത്. മേക്ക് എ ഡെഫിനിറ്റ് പ്രപ്പോസൽ. അപ്പൊ കറക്റ്റ് ആയിട്ടൊരു പ്രപ്പോസൽ നമ്മൾ വെക്കണം. മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കണം. ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ കോൺട്രാക്ട് ലാംഗ്വേജ്. നമ്മുടെ കോൺട്രാക്ട് ലാംഗ്വേജിൽ മാറ്റം വരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് ഒരു പ്രപ്പോസൽ വെക്കണം. എസ്റ്റാബ്ലിഷ് ദ ബോർഡ് റേഞ്ച് ഓഫ് മോണിറ്ററി പാക്കേജ് ടു ബി. സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നുണ്ട് നിങ്ങൾക്ക് ഇല്ല അല്ലേ? ഗ്രീഷ്മ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു ലിസ്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് എസ്റ്റാബ്ലിഷ് ദ ബോർഡ് റേഞ്ച് ഓഫ് മോണിറ്ററി പാക്കേജ് ടു ബി പ്രപ്പോസ്ഡ് ബൈ ദ കമ്പനി. നമ്മള് മോണിറ്ററി പാക്കേജസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രപ്പോസ് ചെയ്യേണ്ടതാണ്. നമ്മൾ മിക്കപ്പോഴും വരുന്നത് വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലായിരിക്കും ഈ തർക്കങ്ങളും കാര്യങ്ങളും വരുന്നത്, ഈ ബാർഗെയിനിങ് കാര്യങ്ങളും വരുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്ററി പാക്കേജസ് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. Provide supportive data and statistical tools during the negotiation process. ഇപ്പൊ മാനേജ്മെന്റ് പറയാണ് ഞങ്ങൾക്ക് ഇത്രയും സാലറിയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക്
കയ്യില് അത്രയും പൈസ ഇല്ല എന്ന് നമ്മൾ ജസ്റ്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ ടൂൾസിലൂടെ നമ്മുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് എംപ്ലോയീസിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. കാരണം കമ്പനിക്ക് ഒരു ഒരു എന്താ പറയുക ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ എംപ്ലോയീസ് തന്നെയായിരിക്കും. സോ നമ്മൾ അവരോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടത്, അല്ലാണ്ട് അവരോട് മറച്ചു വെക്കുകയല്ല വേണ്ടത്. മെയിൻറ്റെയിനിങ് എ ബാർഗെയിനിങ് ബുക്ക് ടു ബി എയ്ഡ് കമ്പനി നെഗോട്ടിയേഷൻ. അപ്പോൾ നല്ലൊരു ബുക്ക് നമ്മളിപ്പോ കമ്പനി എന്ത് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ബുക്ക് ബാർഗെയിൻ ചെയ്യുന്നതിന് ബുക്ക് എഴുതി വെക്കാം. ജസ്റ്റ് ഞാൻ ബാർഗെയിൻ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാലറിയുടെ കാര്യത്തിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാണ്. അപ്പൊ കമ്പനി പറഞ്ഞു എത്രയാണ് 15,000 കൊടുക്കാന്ന്. അപ്പൊ എന്ത് പറഞ്ഞു, എംപ്ലോയി പറഞ്ഞു അത് പറ്റിയ എനിക്ക് എത്ര വേണം 18,000 വേണമെന്ന് പറഞ്ഞു. അപ്പൊ കമ്പനി മാറ്റി 16,000 പറഞ്ഞു. അപ്പൊ എംപ്ലോയി എന്ത് പറഞ്ഞു, അതെനിക്ക് പറ്റില്ല 17,500 വേണമെന്ന് പറഞ്ഞു. കമ്പനി അതിലേക്ക് കൺഫേം ആയി. അപ്പൊ ആ ബാർഗെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർഗെയിനിങ് ബുക്ക് വേണം. കൺസിസ്റ്റ് ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഓൺ ഇഷ്യൂ ഫോർ ഡിസ്കഷൻ. നമ്മൾ ആ ഡിസ്കഷന്റെ സമയത്ത് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും കാര്യങ്ങളും എഴുതി സൂക്ഷിക്കാനായിട്ട് ഒരു ബുക്ക് വേണം. ആൻഡ് അനലൈസ് ഓഫ് ആൻ എഫക്റ്റീവ് ഓഫ് ഈച്ച് കേസസ്. നമ്മൾ ഓരോ കേസിലും വന്നിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. യൂസേജ് ഇൻ അതർ കമ്പനി ആൻഡ് അതർ ഫാക്ട്സ്. മറ്റു കമ്പനിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇന്ന കമ്പനിയിൽ ഇത്രയാണ് അക്കൗണ്ടിന് സാലറി കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന സാലറി പാക്കേജ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് യൂണിയന്റെ സൈഡിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് കളക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫ്രം ദ എംപ്ലോയി സൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഷുഡ് ബി കളക്റ്റഡ് ബൈ ദ യൂണിയൻ. താഴെ പറയുന്ന ഇൻഫർമേഷൻസ് ആര് കളക്ട് ചെയ്യണം, എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് യൂണിയൻ കളക്ട് ചെയ്യണം. നോക്കാം, ഫസ്റ്റ് കളക്ട് ചെയ്യുന്നത് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ് എന്നറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ബാർഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അത് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ദ സ്റ്റാറ്റസ് ഓഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ആ അസറ്റ്സ്, നമ്മുടെ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റിയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അസറ്റ്സ് എന്തോരം ഉണ്ട്, അതേപോലെ ലയബിലിറ്റീസ് നമുക്ക് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി ടു പേ. ആ കമ്പനിക്ക് എത്ര രൂപ സാധാരണയായിട്ട് കമ്പനിക്ക് എത്ര രൂപ പേ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും എത്ര രൂപ പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇത് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ കപ്പാസിറ്റിക്ക് എബോ ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ബിലോ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും, കമ്പനിക്കും ഓക്കെ ആയിരിക്കും, എംപ്ലോയിക്കും ഓക്കെ ആയിരിക്കും. The standard taken by the management on various problems. വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ മാനേജ്മെന്റ് ടേക്ക് ചെയ്ത സ്റ്റാൻഡ് എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റാൻഡാണ് അവര് ഓരോ പ്രോബ്ലംസിനും എടുത്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് കളക്ട് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ഇൻഡിക്കേറ്റഡ് ഓർ ഡയറക്ട്ലി കൺക്ലൂഡ് ഫ്രം നെഗോട്ടിയേഷൻ ഇൻ സിമിലർ കമ്പനി. അതേപോലെ തന്നെ സിമിലർ കമ്പനീസിൽ ഇതേപോലത്തെ നെഗോട്ടിയേഷൻ സമയത്ത് അല്ലെങ്കിൽ ബാർഗെയിനിങ്ങിന്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവര് ഏതൊക്കെ പോയിന്റ്സ് ആണ് അവരവിടെ ഡിസ്കസ് ചെയ്തത്, അവർ വന്ന കൺക്ലൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ദെയർ വ്യൂസ് ടുവേഴ്സ് ഇറ്റ്. ഓരോ കമ്പനീസിന്റെ റിക്വയർമെന്റ്സ്, ഓരോ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ റിക്വയർമെന്റ്സും അവരുടെ വ്യൂസ്, അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, കമ്പനിയിൽ എത്ര രൂപയ്ക്ക് അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അവിടെ നമ്മൾ ട്രേഡ് യൂണിയൻ കളക്ട് ചെയ്യണം. ഓക്കെ, മിനിമം ഇത്രയും രൂപയ്ക്ക് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആരോട് പറയും, ട്രേഡ് യൂണിയനോട് പറഞ്ഞിട്ടുണ്ടാവും. ട്രേഡ് യൂണിയൻ അപ്പം മിനിമത്തിന് എബോ ആയിരിക്കും ബാർഗെയിൻ ചെയ്യുന്നത്. നെഗോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗോട്ടിയേഷൻ ചെയ്യുന്ന ആള്, ചർച്ച ചെയ്യുന്ന ആള് ഹാവ് ടു ചൂസ് ഫ്രം ബോത്ത് സൈഡ്. രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചൂസ് ചെയ്യാനായിട്ട് വരും. മാനേജ്മെന്റും ട്രേഡ് യൂണിയന്റെ സൈഡിൽ നിന്നും വേണ്ടി വരും. ആൻഡ് സെലക്ട് അപ്രോപ്രിയേറ്റ് സൈറ്റ് ഫോർ നെഗോട്ടിയേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. നമുക്ക് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണം, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നെഗോട്ടിയേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു പ്രിപ്പയർ ഫോർ നെഗോട്ടിയേഷൻ ആണ്. ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, മാനേജ്മെന്റ് ബോത്ത് ആൻഡ് ട്രേഡ് യൂണിയൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ മാനേജ്മെന്റ് എന്താണ് പ്രപ്പോസൽ വെച്ചത്, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, അവരുടെ കോൺട്രാക്ട് ലാംഗ്വേജ് എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ അവരുടെ മോണിറ്ററി പാക്കേജ് എന്താണ് മുന്നോട്ട് വെച്ചത്, അതേപോലെ സപ്പോർട്ടീവ് ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും
അവർക്ക് നെഗോട്ടിയേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ ബാർഗെയിനിങ് ബുക്ക്, എല്ലാം ബാർഗെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർഗെയിനിങ് ബുക്ക് വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് യൂണിയന്റെ കാര്യമാണ്. യൂണിയൻ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കപ്പാസിറ്റി ടു പേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, യൂണിയൻ കളക്ട് ചെയ്യണം. അതേപോലെ മാനേജ്മെന്റ് മുൻപ് വന്നിട്ടുള്ള ഇഷ്യൂസിൽ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണ് അത് നമ്മളൊന്ന് ഫോളോ ചെയ്യണം. ദെൻ റിക്വയർമെന്റ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ദെയർ വ്യൂ പോയിന്റ്, അവർ ഓരോ എംപ്ലോയീസിന്റെ റിക്വയർമെന്റ്സ് എന്താണ്, അവരുടെ വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. രണ്ട് സൈഡിൽ നിന്നും നെഗോഷിയേറ്റേഴ്സ് വേണം. ബോത്ത് സൈഡ്, കമ്പനി മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നും എംപ്ലോയീസിന്റെ സൈഡിൽ നിന്നും ആര് വേണം, ചർച്ച ചെയ്യുന്ന നെഗോഷിയേറ്റേഴ്സ് വേണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ചർച്ച കണ്ടക്ട് ചെയ്യാനായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ഫസ്റ്റ് പോയിന്റ് വരെ ഒന്ന് റീഡ് ചെയ്യാം. അങ്ങനെ എടുത്തത്രയും വരെ ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ. റീഡ് ചെയ്ത് നോക്കിയോ? ഇല്ല, റീഡ് ചെയ്ത് നോക്കിയിട്ട് പറയണോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.
മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ കമ്പനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു പ്രോസസ്സ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ നെക്സ്റ്റ് പ്രോസസ്സാണ് ഐഡന്റിഫൈങ് ബാർഗെയിനിങ് ഇഷ്യൂ. നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ട ഇഷ്യൂ എന്താണെന്നുള്ളത് കണ്ടെത്തണം, ഐഡന്റിഫൈ ചെയ്യണം. കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ നമ്മൾ ചർച്ച നടത്തേണ്ട ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ദ മെയിൻ ഇഷ്യൂ ഇൻ കളക്റ്റീവ് ബാർഗെയിനിങ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ. താഴെ പറയുന്ന ഇഷ്യൂസ് ആയിരിക്കും സാധാരണയായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ വരാറ്. ആദ്യം പറയുന്നത് വേജ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ബേസിക് വേജ് റേറ്റ്. എത്രയാണ് ബേസിക് ആയിട്ടുള്ള വേജ് റേറ്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതായിട്ട് വരും. കോസ്റ്റ് ഓഫ് ലിവിങ്, നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഓക്കെ. ഏതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസ്? ഡിയർനെസ് അലവൻസ്. ഓക്കെ. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസ് നമ്മളുടെ ഈ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ ഒക്കെ സമയത്ത് കൂട്ടുക വേണം അല്ലെ, DA നമ്മൾ കൂട്ടിക്കൊടുക്കണം എംപ്ലോയീസിന്. അതിനെ കുറിച്ചിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെന്റ്, വേജ് ഡിഫറൻഷ്യൽസ്, വേജിന്റെ തന്നെ ഇപ്പൊ ഓരോ എംപ്ലോയിക്ക് സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിന് തന്നെ വേജ് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റേറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡബിൾ ദ റേറ്റ് ആണ് കൊടുക്കേണ്ടത്. സാധാരണ കൊടുക്കുന്ന റേറ്റിന്റെ ഡബിൾ ആയിരിക്കണം ഓവർ ടൈം കൊടുക്കേണ്ടത്. അതെല്ലാ കമ്പനീസും അങ്ങനെ കൊടുക്കില്ല. ചിലപ്പോൾ ചിലവര് ആ ഒരു റേറ്റിന്റെ ഒരു 100 above ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ ഓവർ ടൈം റേറ്റിനെ കുറിച്ചുള്ള ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയറിന്റെ അടുത്ത് ചർച്ച നടത്തേണ്ടതായിട്ട് വരും. വേജ് അഡ്ജസ്റ്റ്മെന്റ്സ്, വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും. ഇപ്പൊ വർക്കിംഗ് അവേഴ്സ്, കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തതിന് ഡൗട്ട്സും കാര്യങ്ങളും വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബാർഗെയിൻ ചെയ്യാറുണ്ട്. കാരണം കമ്പനിയിൽ വർക്ക് ചെയ്ത എംപ്ലോയീസിന് ന്യായമായിട്ടുള്ള രീതിയിൽ ആ ഒരു വേജും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിലെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബാർഗെയിൻ ചെയ്യും. അപ്പൊ വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. വേജ്, എത്ര വേജ് റേറ്റ്, ബേസിക് ആയിട്ടുള്ള വേജ് റേറ്റിന് വേണ്ടിയിട്ട് ബാർഗെയിനിങ് വരാറുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസിന് വേണ്ടി ബാർഗെയിനിങ് വരാറുണ്ട്. പിന്നെ വേജ് ഡിഫറൻഷ്യൽ, സെയിം ലെവൽ എംപ്ലോയീസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേജ് കൊടുക്കും, അതും നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ട്, ചോദ്യം ചോദിക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ഓവർ ടൈം റേറ്റ്സിനെ കുറിച്ചിട്ട് ബാർഗെയിനിങ് വരാറുണ്ട്. വേജ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇത്രയും വരാറുണ്ട്. ഇനി ഇത് കൂടാതെ വേജ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ് വരാറുണ്ട്. നമുക്ക് കമ്പനിയിൽ നിന്ന് എന്താണ് റിലേറ്റഡ് പെൻഷൻ കൊടുക്കണം അല്ലെ. നമ്മൾ ഇത്രയും കാലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് പെൻഷൻ കിട്ടാം. വെക്കേഷൻ, പെയ്ഡ് വെക്കേഷൻസ്. പെയ്ഡ് വെക്കേഷൻസ് എന്ന് പറയുമ്പോൾ കമ്പനി ആയിരിക്കും ആ ഫുൾ എമൗണ്ടും പേ ചെയ്യുന്നത്. പെയ്ഡ് ഹോളിഡേസ്, നമുക്ക് ഹോളിഡേ നമുക്കിപ്പോ പറയാമല്ലോ, മിക്ക ഓർഗനൈസേഷനും 2 days പെയ്ഡ് ഹോളിഡേ ഉണ്ട്. നമുക്ക് ലീവ്, പെയ്ഡ് ലീവ് ഉണ്ട്. വെച്ചാല് നമ്മൾ 2 ദിവസം ലീവ് എടുത്താലും നമ്മുടെ സാലറിയിൽ നിന്ന് അത് കട്ടാവില്ല. അങ്ങനെ പെയ്ഡ് ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഡിസ്മിസൽ, ഒരു എംപ്ലോയിനെ കാരണമില്ലാതെ ഡിസ്മിസൽ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് വരാറുണ്ട്, ബാർഗെയിനിങ് കാര്യങ്ങൾ വരാറുണ്ട്. സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, ഇപ്പൊ നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത്, കോവിഡിന്റെ ഒക്കെ സമയത്ത് എന്താണ് അൺഎംപ്ലോയ്മെന്റ് വന്നു എല്ലാ എംപ്ലോയീസിനും. അപ്പൊ സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തു. സാധാരണ സാലറി ഒരു 20,000 ഒക്കെ വാങ്ങിക്കുന്ന ആൾ, അല്ലെങ്കിൽ 40,000 വാങ്ങിക്കുന്ന ആൾക്ക് സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് നമ്മൾ 5,000 മാത്രം കൊടുക്കുന്നു. വേജ് സാലറി കൊടുക്കുന്നില്ല, സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5,000 കൊടുക്കുന്നു. അത് മിക്ക കമ്പനീസും അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നോ? എന്നുവെച്ചാല് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, ബട്ട് ഹാഫ് ദ സാലറി കിട്ടുന്നു. അങ്ങനെ കേട്ടോ? ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ കിട്ടിയിട്ടോ? കോവിഡിന്റെ സമയത്ത് നമുക്കൊക്കെ സാധാരണക്കാർക്കൊന്നും കിട്ടിയില്ല, പക്ഷെ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ഹാഫ് ദ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പേയ്മെന്റ്, അവർക്ക് ആ സാലറി ഈ സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിലായിരുന്നു ആ എമൗണ്ട് കിട്ടിയത്. നമുക്ക് നോക്കാം. സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂ, ഇറ്റ് ഇൻക്ലൂഡ് ദ പ്ലാൻ റിലേറ്റഡ് ടു പെൻഷൻ, പെയ്ഡ് വെക്കേഷൻ, പെയ്ഡ് ഹോളിഡേസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഡിസ്മിസൽ, സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എക്സെട്ര. ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ് വരാറ് സാധാരണയായിട്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് വരാറുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് റൈറ്റ്സ് ഉണ്ട് അല്ലെ, എംപ്ലോയീസിനുണ്ട്, എംപ്ലോയർക്ക് ഉണ്ട്, ട്രേഡ് യൂണിയൻസിന് റൈറ്റ്സ് ഉണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ കമ്പനിയിൽ
ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഇൻക്ലൂഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി ആൻഡ് ദ യൂണിയൻ ഇൻക്ലൂഡിംഗ് യൂണിയൻ സെക്യൂരിറ്റി, ചെക്ക് ഓഫ് പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി ഓഫ് ദ വർക്ക് ലൈഫ് പ്രോഗ്രാംസ് എക്സെട്ര. അപ്പൊ നമ്മള് കമ്പനിയിലെ എംപ്ലോയറിന്റെ എംപ്ലോയിയുടെയും അതേപോലെ തന്നെ യൂണിയന്റെയും റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ട്. അതേപോലെ യൂണിയൻ സെക്യൂരിറ്റി, ചെക്ക് ഓഫ് പ്രൊസീജിയേഴ്സ്, പിന്നെ ക്വാളിറ്റി ഓഫ് വർക്കിംഗ് ലൈഫ്. നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ആയിരിക്കണം എംപ്ലോയീസിന് ഓർഗനൈസേഷനകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പക്ഷെ സെക്യൂർഡ് ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നിങ്ങൾ പഠിച്ചിട്ടോ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, എംപ്ലോയീസിന് വർക്ക് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. അതിന് സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എംപ്ലോയ്മെന്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് കൺസേൺ ഓഫ് ദ എംപ്ലോയീസ് സച്ച് ആസ് seniority, employees discipline and discharge procedures, employee health and safety, advancement in technology, work related rules, job security and training, attendance, leave, etc. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് സീനിയോറിറ്റി. നമ്മൾ പ്രമോഷൻ കൊടുക്കുന്ന സമയത്ത് സീനിയോറിറ്റി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്, പ്രമോഷൻ കൊടുക്കാനായിട്ട്, അല്ലെ? അതേപോലെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ പ്രൊസീജിയേഴ്സും എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് കമ്പനി ഫേസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യാറുണ്ട്. എംപ്ലോയീസിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ കമ്പനി ബാർഗെയിൻ ചെയ്യാറുണ്ട്. അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി. പണ്ട് നമ്മളുടെയൊക്കെ എന്താ പറയാ, പഴയൊരു സിനിമയുണ്ടല്ലോ, എന്താണ്, അറബിക്കഥ. അതില് പണ്ട് കമ്പ്യൂട്ടർ വന്നതിന് സമരം ചെയ്യിച്ചിരുന്ന ഒരു കാലം എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിൽ ഉണ്ടായിരുന്നു, അല്ലെ? കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിനു വേണ്ടി സമരം ചെയ്യിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ ആ ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ട് എംപ്ലോയീസിന് പെട്ടെന്ന് മാറാനായിട്ട് പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഒരു ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറുകയാണ് വേണ്ടത്. വർക്ക് റിലേറ്റഡ് റൂൾസ്, നമുക്ക് വർക്ക് റിലേറ്റഡ് റൂൾസുകളെ മാറ്റം വരുമ്പോൾ അത് ചിലപ്പോൾ ബാർഗെയിനിങ്ങിലേക്ക് വഴിയൊരുക്കും. ജോബ് സെക്യൂരിറ്റി, നമ്മൾ എംപ്ലോയീസിന്റെ ജോബ് സെക്യൂരിറ്റി, ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും അറ്റൻഡൻസ്. നമ്മളെ അടുപ്പിച്ചൊക്കെ ലീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, എംപ്ലോയർ ചിലപ്പോൾ അത് പിരിച്ചുവിടും. ബിസിനസ്സിലൊക്കെ ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലീവ് നേരത്തെ പറഞ്ഞില്ലേ, പെയ്ഡ് ലീവിന്റെ കാര്യം പറഞ്ഞു അല്ലേ, പെയ്ഡ് ലീവ് 2 ലീവ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരുമ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എന്ത് ചെയ്യും, ഒരു ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. The wage and benefits concern of the employee are most important during collective bargaining. സാധാരണയായിട്ട് കളക്റ്റീവ് ബാർഗെയിനിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് വേജും മറ്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ മെയിൻ ആയിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് വരാറ്. However, the other issues of the institutional rights and administration cannot be ignored by the negotiators. എന്നുവെച്ചാൽ മറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും ആർക്കും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നെഗോഷിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള വ്യക്തികളെ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഐഡന്റിഫൈ ബാർഗെയിനിങ് ഇഷ്യൂസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാർഗെയിനിങ് ഇഷ്യൂസ് നമ്മൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എന്താണ് നമ്മൾ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. വേജ് റിലേറ്റഡ് ഇഷ്യൂ ആണോ, എക്കണോമിക് ബെനിഫിറ്റ്സ് റിലേറ്റഡ് ഇഷ്യൂ ആണോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്, ബാർഗെയിൻ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പൊ ഐഡന്റിഫൈങ് ദ ബാർഗെയിനിങ് ഇഷ്യൂസ് നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കുക. ആ 4 ടൈപ്സ് അല്ലെങ്കിൽ 4 കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഇഷ്യൂസും ഒന്നായിട്ട് റീഡ് ചെയ്യാം.
ഓക്കെ, ക്ലിയർ ആയോ? നെഗോട്ടിയേഷൻ ഇഷ്യൂസ് മനസ്സിലായോ? ഓക്കെ, നെഗോട്ടിയേറ്റിംഗ് ഇനിയാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെ ആ നെഗോട്ടിയേഷന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് ആണ് ഈ ചർച്ച എന്ന് പറയുന്നത്. ചർച്ചകൾ നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതൽ ദിവസങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നെഗോട്ടിയേഷൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. Negotiation phase start when both side put forward their initial demands. So first employees ഡിമാൻഡും മാനേജ്മെന്റിന്റെ ഡിമാൻഡ് കൂടി എന്ത് ചെയ്യും, പുട്ട് ഫോർവേഡ് ചെയ്യും, മുന്നോട്ട് കൊണ്ടുവരും. ആ സമയത്താണ് നെഗോട്ടിയേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ദ ഫൈനൽ എഗ്രിമെന്റ് ഈസ് നോട്ട് റീച്ച്ഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മുടെ ഫൈനൽ എഗ്രിമെന്റിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരില്ല. And as negotiation may spread across several days. സാധാരണ ചില കേസുകളിൽ നെഗോട്ടിയേഷൻ മേ ബി കണ്ടിന്യൂസ് ഫോർ ഒത്തിരി ദിവസം കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ദിവസം ചർച്ച ചെയ്തു ശരിയായില്ലെങ്കിൽ വീണ്ടും ചർച്ച ചെയ്യുന്നു, നെഗോട്ടിയേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ദീസ് ഡേയ്സ് ആർ മാർക്ക്ഡ് ബൈ ഇന്റൻസ് ഡിസ്കഷൻ. ഈ ഡേയ്സുകളെയാണ് നമ്മൾ ഇന്റൻസ് ഡിസ്കഷൻ, നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ആയിരിക്കും, ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ ആ ഒരു ക്രൂഷ്യൽ പോയിന്റിലേക്ക് എത്തുന്നത്. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് യൂസിങ് ഇന്റലിജന്റ് വ്യൂ പോയിന്റ്. അപ്പോ ഈ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൂപ്പുകൾ തമ്മിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റും അതേപോലെ തന്നെ യൂണിയനും തമ്മിൽ അവർ കോമ്പറ്റീറ്റ് ചെയ്യാണ്, മത്സരിക്കുകയാണ്. ആരുടെ വ്യൂ പോയിന്റ് ഏറ്റവും നന്നായിട്ട്, ആരുടെ വ്യൂ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അവർ മത്സരിക്കും. ഇന്റലിജന്റ് വ്യൂ പോയിന്റ് വേൾഡ് പ്ലേ ആൻഡ് ത്രെറ്റനിങ് ഈച്ച് അതർ ത്രൂ ട്രിക്സ് ആൻഡ് ലോക്ക് ഔട്ട്. എന്ന് വെച്ചാൽ ഒത്തിരി ട്രിക്കും കാര്യങ്ങളിലൂടെയും ആണ് നമ്മൾ ഈ ഒരു ത്രെറ്റനിങ് ചെയ്യും, ഭീഷണിപ്പെടുത്തും. ചിലപ്പോൾ യൂണിയൻ പറയും ഞങ്ങള് ഇനി നാളെ മുതൽ കമ്പനിയിൽ വർക്ക് ചെയ്യില്ല, ഞങ്ങൾ സമരത്തിലേക്ക് പോവാണ്. മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തി. മാനേജ്മെന്റ് പറയും ഞങ്ങള് ഫുൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, പിരിച്ചുവിടാൻ പോവാണ്. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് സ്ട്രൈക്കും കാര്യങ്ങളും ലോക്കൗട്ടും കാര്യങ്ങളൊക്കെ പറയും. സോ അതൊക്കെ അവരുടെ ത്രെറ്റും ഭീഷണിയും കാര്യങ്ങളൊക്കെയാണ്. The final agreement is signed by the management representatives and the union, which is the major respect for all. അപ്പൊ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ഫൈനൽ എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. രണ്ടുപേരുടെയും വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ എഗ്രിമെന്റിലേക്ക് എത്താൻ ചെയ്യുന്നത്. ദ മോർ സ്കിൽഡ് നെഗോട്ടിയേഷൻ, the better chance of success that have in winning the negotiation. ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും നെഗോട്ട് ചെയ്യുമ്പോൾ അവർക്കാണ് ചാൻസ്, വിൻ ചെയ്യാനുള്ള സക്സസ് എത്താനുള്ള ചാൻസ് ആർക്കാണ്, കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ട് നെഗോട്ടിയേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗോട്ട് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റുന്നത്. ജസ്റ്റ് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാന്ന് വിചാരിക്കും. ആ സമയത്ത് ഒരു മിനിറ്റ് ഓക്കെ. അപ്പൊ നോക്കാം, നെഗോട്ടിയേഷൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ് ഏറ്റവും കൂടുതൽ നെഗോട്ടിയേഷൻ സ്കില്ലുള്ള ആളായിരിക്കും, അവരുടെ വ്യൂ പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു കറക്റ്റ് ഏരിയക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ആ പ്രൊഡക്റ്റിന് കമ്പനി ഒരു റേറ്റ് പറയും, നമ്മളൊരു റേറ്റ് പറയും. നമുക്ക് നല്ല ബാർഗെയിനിങ് സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയോട് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. ബാർഗെയിനിങ് സ്കിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർ പറയുന്ന റേറ്റിന് എന്ത് ചെയ്യും, വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെ? സാധാരണ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം സ്ത്രീകൾ കുറെ പേര് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നവരാണ്, നെഗോട്ടിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് സാധാരണയായിട്ട്, അല്ലെ? ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് ആണ്
റീച്ചിങ് ആൻഡ് റെക്ടിഫൈങ് ദ എഗ്രിമെന്റ്. ഫോർത്ത് പോയിന്റ് ആണ് റീച്ചിങ് ആൻഡ് റെക്ടിഫൈങ് ദ എഗ്രിമെന്റ്. നമ്മുടെ പോയിന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ എഗ്രിമെന്റ് നമ്മൾ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്ത് പുതിയതിലേക്ക് വരും. ദ എഗ്രിമെന്റ് വിച്ച് ഹാവ് ബീൻ മെയ്ഡ് is still an informal one. നമ്മൾ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഫോർമൽ വൺ ആണ്. ആൻഡ് ഈസ് നീഡഡ് ടു ബി ഡിസ്കസ്ഡ് ബൈ അതർ മെമ്പേഴ്സ്. മറ്റു മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. Hence the two sides generally return to the respective peoples to determine and acceptability of the agreement. ഇപ്പൊ മാനേജ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നെഗോഷിയേറ്റേഴ്സും അല്ലെങ്കിൽ യൂണിയന്റെ റെപ്രസെന്റേറ്റീവും മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവും ഡിസ്കസ് ചെയ്തു, അവരൊരു എഗ്രിമെന്റ് എത്തി. ആ രണ്ട് പേരും എന്ത് ചെയ്യണം, ഇവരുടെ ടീമിനോട് മാനേജ്മെന്റിനോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എംപ്ലോയീസിനോടും അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. The two sides generally return to the respective peoples to determine the acceptability of the agreement. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഈ ഒരു എമൗണ്ട് സാലറി തരാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്, നമ്മളുടെ അഭിപ്രായം എന്താണ് എന്ന് ആര് നമ്മളോട് ചോദിക്കും, യൂണിയനിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് എംപ്ലോയീസിനോട് ചോദിക്കും. അതേപോലെ മാനേജ്മെന്റ് പറയും ഞാൻ ഇന്ന റേറ്റ് വരും പറഞ്ഞിട്ടുണ്ട്, അവര് ആ റേറ്റ് വർക്ക് ചെയ്യണോ ഓക്കെയാണ്, നമ്മളുടെ അഭിപ്രായം എന്താണ് എന്ന് നോക്കും. An important stage is certification. അതാണ് important stage എന്ന certification. In this stage, the union members are asked to vote on the agreement. Union members എന്ത് ചെയ്യും, ബാക്കിയുള്ള എംപ്ലോയീസിനോട് എന്ത് ചെയ്യാൻ പറയും, ആരൊക്കെ അഭിപ്രായത്തോട് യോജിക്കുന്നു അവരെല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് പറയും. ആഫ്റ്റർ ഇറ്റ് ഈസ് ബിഗിനിങ് എക്സ്പ്ലെയിൻഡ് ബൈ ദ യൂണിയൻ നെഗോട്ടിയേഷൻ ടീം. എന്ത് ചെയ്യുമ്പോൾ യൂണിയൻ നെഗോട്ടിയേഷൻ ടീം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് പറയുന്നത്, ഇതിനെ വോട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. 1 minute. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, റെക്ടിഫിക്കേഷൻ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് സ്റ്റേജ് നമ്മൾ യൂണിയൻ മെമ്പേഴ്സിനോട് വോട്ട് ചെയ്യാൻ പറയും. നമ്മൾ ആ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്, ഇത് ബാക്കിയുള്ള മെമ്പേഴ്സ് എംപ്ലോയീസിനോട് നമ്മൾ വോട്ട് ചെയ്യാൻ പറയും. അവരുടെയും കൂടെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ലാസ്റ്റ് എഗ്രിമെന്റിലേക്ക് വരുന്നത്. In this stage, the union members are asked to vote an agreement after it being explained by the union negotiation team. ആ നെഗോട്ടിയേറ്റ് ചെയ്ത ടീം ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം വോട്ട് ചെയ്യാൻ പറ്റും. എ ഫേവറബിൾ വോട്ട് ട്രാൻസ്ലേറ്റ് ആൻ എഗ്രിമെന്റ് ഇൻ ടു ദ കോൺട്രാക്ട്. അപ്പൊ ഫേവറബിൾ ആയിട്ടുള്ള വോട്ട് കിട്ടി, അതുപോലെ 50 ഒരു 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിലൊരു 40 എംപ്ലോയീസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഗ്രിമെന്റ് നമ്മൾ എന്താക്കി മാറ്റും, കോൺട്രാക്ട് ആയിട്ട് മാറ്റും. അൺലെസ് ദ കോൺട്രാക്ട് ഹാസ് ക്ലാരിറ്റി ആൻഡ് ആക്യുറസി ഇറ്റ് ക്യാൻ ബി ലീഡ്സ് ടു ഗ്രീവിനസ് ഓർ അതർ പ്രോബ്ലംസ്. നമുക്ക് ഇതിന് നമ്മൾ ഈ കോൺട്രാക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആക്യുറസിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്കത് ഉണ്ടാവും. കോൺട്രാക്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ആ ഒരു എഗ്രിമെന്റിലേക്ക് എത്തി എംപ്ലോയീസിന്റെ എല്ലാവരും അഭിപ്രായത്തിൽ അത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റിയും കാര്യങ്ങളും വരും. നമ്മൾ 2 പോയിന്റ്സ് ആണ് നോക്കിയത്, നെഗോട്ടിയേഷനും റീച്ചിങ് ആൻഡ് റെക്ടിഫൈങ് ദ എഗ്രിമെന്റും. ആ എഗ്രിമെന്റ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോക്കിയത്. 2 പോയിന്റും ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, എഗ്രിമെന്റിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് വന്നു, കോൺട്രാക്റ്റിലേക്ക് വന്നു. ഓക്കെ, ഞാൻ PDF നോക്കി വായിക്കാൻ പറ്റില്ല, ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനപ്പോ PDF നോക്കിയാണ് റീഡ് ചെയ്യുന്നത്. വിത്ത് ദ സൈനിങ് ഓഫ് ദ എഗ്രിമെന്റ്, നമ്മൾ ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത ദ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് ഡസ് നോട്ട് റാദർ ട്രൂലി ബിഗിൻസ്. നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അത് അവിടെ വെച്ച് സ്റ്റാർട്ടാണ്, ട്രൂലി ബിഗിൻസ് ചെയ്യുന്നു. കാരണം നമ്മൾ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്തു. ഈ അഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ബാർഗൈൻ ചെയ്യേണ്ടതായിട്ട് വരും. This must be followed by proper implementation of the provisions of the agreement. ഇത് ശരിക്കും ഫോളോ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ആ ഇംപ്ലിമെന്റേഷൻ പ്രൊവിഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അഗ്രിമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത്. However, in stressful work environment, it is true to execute. However, in the stressful work environment, it is true to execute the provisions firmly. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊവിഷൻസും കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യണം. ഇൻ സ്പിരിറ്റ് ഓഫ് ദ ബെസ്റ്റ് എഫേർട്ട് ഓഫ് ദ സ്കിൽഡ് നെഗോഷിയേറ്റേഴ്സ്. നമ്മൾ എന്താണ്, സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ആൻഡ് ലോയേഴ്സ് എക്സ്പേർട്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്. നമ്മുടെ ലോയേഴ്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ലോയേഴ്സ് ഉണ്ടെങ്കിൽ, എ പെർഫെക്റ്റ് എഗ്രിമെന്റ് മേ ബി ഡിഫിക്കൽട്ട് ടു റീച്ച്. നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ടിൽ ദ എഗ്രിമെന്റ് പീരീഡ് ഡസ് നോട്ട് എക്സ്പയർ. ആ എഗ്രിമെന്റ് പീരീഡ് എക്സ്പയർ ആയിട്ടുമില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ എഗ്രിമെന്റ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എംപ്ലോയീസ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദ ഫ്ലോസ് ആർ അലൗഡ് ടു ബി കണ്ടിന്യൂ. ആ ഒരു എഗ്രിമെന്റും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴാണ് നമ്മൾ ഈ ഡിസ്പ്യൂട്ട് കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ, ബ്രീച്ച് ഓഫ് ദ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ആ ഒരു നമ്മള് എടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ ബ്രീച്ചോ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും റൈസ് ചെയ്യുന്നത്. ഡിസ്പ്യൂട്ട് മേ ബി റൈസ് ഫ്രം ഫോൾട്ടി ഇംപ്ലിമെന്റേഷൻ ഓർ ബ്രീച്ച് ഓഫ് എനി കണ്ടീഷൻ. നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിൽ എന്തെങ്കിലും ബ്രീച്ചോ അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെന്റ് എന്തെങ്കിലും ഫോൾട്ടോ വന്ന് ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഫോൾട്ടോ വന്നു കഴിയുമ്പോൾ അവിടെ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും വരും. എംപ്ലോയിയും അതേപോലെ തന്നെ ഓർഗനൈസ് മാനേജ്മെന്റും തമ്മിൽ തർക്കങ്ങളും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ദ റോൾ, ഇപ്പൊ ഇങ്ങനെ തർക്കങ്ങളൊക്കെ വരുമ്പോൾ മെയിൻ ആയിട്ട് ആരാണ് ഇത് ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ആരാ ചെയ്യേണ്ടത്, HR മാനേജർ ആണ്. The role of the HR manager is important in the daily administration of the contract. ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു റോൾ ആർക്കാണുള്ളത്, HR മാനേജർക്കാണ് ഉള്ളത്. ഡിസിപ്ലിൻ ഇഷ്യൂസ് ആൻഡ് റെസൊല്യൂഷൻസ് ഓഫ് ഗ്രീവൻസ് അറൈസ് ഔട്ട് ഓഫ് എഗ്രിമെന്റ് ആർ സെറ്റിൽഡ് ബൈ ദ HR മാനേജർ. ഈ ഡിസിപ്ലിൻ ഇഷ്യൂസും റെസൊല്യൂഷനും കാര്യങ്ങളും ഗ്രീവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ അറൈസ് ചെയ്ത് സെറ്റിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്, HR മാനേജർക്കാണ്. Additionally, he or she aims to establish an ideal work relationship. അതേപോലെ തന്നെ ഒരു നല്ല ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, HR മാനേജർക്കാണ്. With the help of the line management, with all employees who are affected by terms and conditions of the agreement. നമ്മൾ HR മാനേജേഴ്സ് എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ എഗ്രിമെന്റ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് ആരാണ്, HR മാനേജറാണ്. ഇപ്പൊ HR മാനേജറിന്റെ വൺ ഓഫ് ദ മെയിൻ ഡ്യൂട്ടിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കോൺട്രാക്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടാണ് ഡെയിലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എംപ്ലോയീസ് എടുക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എഗ്രിമെന്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, അത് അവരെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്, HR മാനേജർക്കാണ്. അതുപോലെ ഒരു ബെറ്റർ ആയിട്ട് കമ്പനിയുടെ ഒരു നല്ല റിലേഷൻഷിപ്പ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരു പേഴ്സണും ആരാണ്, HR മാനേജറാണ്. അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുന്ന HR മാനേജറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ കളക്റ്റീവ് ബാർഗൈനിങ് എന്നാണ് നമ്മൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചെറിയ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് ബാർഗൈൻ ചെയ്ത് നേടിയെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതിനെ കുറിച്ചിട്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഈ പോയിന്റ് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷനും കൂടി ഒന്ന് റീഡ് ചെയ്യോ? എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? അപ്പോ നമ്മളുടെ ടോപ്പിക് അല്ലെങ്കിൽ HRM-ന്റെ ടോപ്പിക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങി. പഠിക്കുക, കാരണം റീഡ് ചെയ്താൽ കിട്ടും. മോക്കസ് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഗൈഡ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിക്കാം. താങ്ക് യു. എക്സാമിന് താങ്ക് യു. താങ്ക് യു മാം. പരീക്ഷ ഒക്കെ വരുമ്പോ വന്ന് സംസാരിക്കാം. ഗീത ഗ്രീഷ്മ നിങ്ങളിപ്പോ ഒരു 6 പേര് നല്ല എന്താ പറയാ എല്ലാ ദിവസവും കാണുന്നോണ്ട് നിങ്ങൾ നന്നായിട്ട് അറിയാം. അപ്പൊ വന്ന് സംസാരിക്കണം കേട്ടോ, വരാണെങ്കിലും. വന്നേക്കാം. ഓക്കെ മിസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്.